ഞാൻ വിശ്വസിക്കുന്നില്ല. രാഹുൽ നിരപരാധിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ വന്ന ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ സാഹചര്യത്തിൽ അയാളെ എല്ലാവരും കൂടെ വളഞ്ഞു കൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ സ്ഥാനത്തിനാണല്ലോ ഇപ്പോൾ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത്. ആ സ്ഥാനത്ത് സംരക്ഷിച്ചു പിടിച്ച് മറ്റേ CPM ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പോയിട്ടൊന്നുമില്ലല്ലോ ഞങ്ങൾ. അയാളും അതിനകത്ത് പിന്നെ ഒരു തീരുമാനം ആ തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത്. അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനൊരു ആരോപണ പരിസരത്തിൽ. അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ, അത് നിങ്ങൾ അംഗീകരിക്കൂ. ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അല്ല, അയാളുടെ രാജ്യസന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല. അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടിയോ അയാളും ഒക്കെ കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം. ഇനി നിങ്ങൾ ഇതുപോലെ എന്റെ അടുത്ത് ആരാ പറഞ്ഞു എന്റെ അടുത്ത് പരാതി വന്നിട്ട്? എന്റെ അടുത്ത് അവരങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ CPM പ്രവർത്തകർ ഈ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചോദിക്കില്ല. ഇവിടെ അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം തെളിവോടെ പുറത്തു വന്നപ്പോൾ അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ കത്ത് തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ പറയാനുള്ളത് കൃത്യമായി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു. അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ്.